സാർ, ഇസ്രയേലിൻ്റെ ഒരു ആക്രമണത്തിൽ നേരത്തെ ഇസ്മയിൽ ഹാനിയ കൊല്ലപ്പെട്ടു. അതേ തുടർന്ന് ഈ ഇറാൻ്റെ പരമോന്നത നേതാവ് പറയുന്നു ഇനി ഇറാൻ ഇസ്രയേലിനെ നേരിട്ടടിക്കുമെന്ന്. വാർത്തയാണ്, വാസ്തവമുണ്ടോ? അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അവിടുത്തെ സുപ്രീം കൗൺസിലിൻ്റെ പരമാധികാര സമിതിയുടെ അടിയന്തര യോഗത്തിൽ ഈ ഹമാസിൻ്റെ തലവനെ കൊന്ന ശേഷം അവർ ഇനി എന്ത് ചെയ്യണം എന്നാലോചിക്കാനായിട്ട് കാരണം ഇറാന് നാണക്കേടുണ്ടാക്കിയൊരു സംഭവമാണത്. ഖത്തറിൽ നിന്ന് അതിഥിയായി ചെന്ന ആളാണ്. അവിടെ അതിഥിയായിരുന്ന ആളെയാണ് ഇസ്രയേൽ കൊലപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നാണക്കേടായി എന്തെങ്കിലും ചെയ്തേ പറ്റൂ ഇനി മുഖം രക്ഷിക്കാൻ. അതുകൊണ്ടാണ് ഖമനയി പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഇനി നേരിട്ട് കൈകാര്യം ചെയ്യും, നേരിട്ടടിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ഞങ്ങൾ സ്വയം പ്രതിരോധം തീർക്കുന്നതാണ്, സ്വയം പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ചെയ്യുന്നത്. അത് ഞങ്ങളുടെ കടമയാണ്. അതിഥി വന്ന് വീട്ടിൽ കൊന്നിട്ട് സ്വയം ശിക്ഷയ്ക്ക് തയ്യാറായിരിക്കുകയാണ് ഇസ്രയേൽ. ഇത്രയുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അപ്പുറത്തേക്കൊന്നും പോയിട്ടില്ല. ഇനി ഇത് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് അതിൻ്റെ ഒരു വിഷയം. അതായത് എന്തെങ്കിലും ചെയ്തു എന്ന് വരുത്തുകയും വേണം. എന്നാൽ ചെയ്യുമോ, എപ്പോൾ ചെയ്യും? മാത്രമല്ല, ഇപ്പോൾ പെസഷ്ക്യാൻ പുതുതായിട്ട് പ്രസിഡൻ്റായിട്ട് അവിടെ സ്ഥാനം ഏറ്റെടുത്തിട്ടേ ഉള്ളൂ. വലിയ വെല്ലുവിളികളാണ്. അദ്ദേഹം ഒരു തീവ്ര സ്വഭാവമുള്ള ആളായിട്ടൊന്നും അറിയപ്പെടുന്ന ആളുമല്ല. അപ്പോൾ എന്ത് തീരുമാനത്തിലേക്കാണ് ഇനി പോകുന്നതെന്നുള്ളത് വ്യക്തമല്ല. മാത്രമല്ല, ഈ ഹിജാബ് പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നല്ലോ ഇറാനിൽ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ഷാ അവിടെ ഭരിക്കുന്ന കാലത്ത് ആ സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടായിരുന്നതാണ്. 1979 അദ്ദേഹം പുറത്താക്കപ്പെട്ടു. ഖമൈനി സുപ്രീം അധികാരിയായിട്ട് വന്നു. അത് കഴിഞ്ഞ് അവിടെ ഈ മതഭരണം ആണ്. അങ്ങനത്തെ ഒരു ഇസ്ലാമിക രാഷ്ട്രമായിട്ട് അത് നിലനിൽക്കണം. ഇങ്ങനെ വേഷം ധരിക്കണം, നിങ്ങൾ ഇന്ന ഭക്ഷണം കഴിക്കണം, ഇന്ന സമയത്ത് പുറത്തിറങ്ങണം എന്നൊക്കെ ഈ ഖമനയി തീരുമാനിക്കുന്ന. ഈ കൊല്ലം എനിക്ക് തോന്നുന്നത് ഖമനയി ആ സ്ഥാനത്ത് നിന്ന് മാറും തോന്നുന്നു. പകരം ഒരാള് ചിലപ്പോൾ മകൻ അതിനുവേണ്ടി തള്ളിക്കൊണ്ടിരിക്കുന്നുണ്ട്. മകനെ പറ്റി നേരത്തെ അത്ര നല്ല അഭിപ്രായം അല്ലായിരുന്നു. പക്ഷെ മകനും ഇതിനു വേണ്ടി ഒരു അപ്പോൾ അങ്ങനെ അടുത്ത ഈ ആരായിരിക്കുന്നു തീരുമാനിക്കുന്ന കൂട്ടത്തിലും കൂടി വരുന്ന ആളാണ് ഇപ്പോഴത്തെ ഈ പ്രസിഡന്റായി വന്നിരിക്കുന്ന ആള്. മുൻ പ്രസിഡന്റ് മരിച്ചുപോയ പ്രസിഡന്റ് ആകുമെന്നൊക്കെ ഒരു സൂചനകൾ ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഈ ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു, മതപഠനത്തിന്റെ പശ്ചാത്തലം ഉണ്ടായിരുന്നു അല്ലേ? മത നിയമങ്ങളൊക്കെ നടപ്പാക്കുന്ന ഒരു രാജ്യത്ത് അല്ലേ? അതൊക്കെ അറിയാമായിരുന്ന ഒരാളാണ്. അത്യാവശ്യം ഒരു സ്കോളർ എന്നുള്ള നിലയ്ക്കൊക്കെ അറിയപ്പെട്ടിരുന്ന ഒരാൾ ഒക്കെയാണ്. അപ്പോൾ ആ സാധ്യത ഉണ്ടായിരുന്നു. അദ്ദേഹം അതായിട്ട് വേറൊരാൾ പ്രസിഡന്റ് ആകും, ഈ ആയത്തുള്ള മാറുമ്പോൾ അദ്ദേഹം വരും എന്നൊക്കെയുള്ള ഒരു തോന്നലൊക്കെ ഉണ്ടായിരുന്നു. ഈ ആയത്തുള്ളക്ക് പ്രിയപ്പെട്ടതുമായിരുന്നു തോന്നുന്നു, പ്രിയപ്പെട്ട ആളുമൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ മകനെ പല ചുമതലകളിൽ നിന്നൊക്കെ മാറ്റി നിർത്തുകയൊക്കെ ചെയ്തിരുന്നു, പല ആരോപണങ്ങളൊക്കെ കാരണം. അപ്പോൾ മകനാകുമോ എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും റിപ്പോർട്ടുകൾ പിൻഗാമി ആകുമോ എന്നൊക്കെ പറഞ്ഞ് കാണാം. ഇത് പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇറാന്റെ ചാരസംഘടനകളും പട്ടാളവും ഇങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ ഇസ്രയേൽ ചാരന്മാർ നുഴഞ്ഞു കയറിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത്. മാത്രമല്ല, അവിടെ നടന്ന പല നടപടികളിലും ഇങ്ങനെ ഒരു ആളെ, ഹമാസിന്റെ തലവനെ പോലൊരാളെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് കൃത്യമായി കൊല്ലുന്നത് ആദ്യമാണെങ്കിലും ഇത്തരം കൊലപാതകങ്ങളൊക്കെ ഇസ്രയേൽ അടുത്ത കാലത്തും അവിടെ നടത്തിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇറാൻ്റെ ആണവശാസ്ത്രജ്ഞൻ ഇതുവരെ ഈ ശാസ്ത്രജ്ഞന്മാരെയൊക്കെയാണ് ടാർഗറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതൊരു ആണവശക്തി ആകാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ഇപ്പോഴാണ് ഒരു രാഷ്ട്രീയ നേതാവിനെ കൈകാര്യം ചെയ്തത് ഇസ്രായേൽ. അപ്പോൾ ആണവശാസ്ത്രജ്ഞൻ മൊഹ്സൻ ഫക്രീസ് മൊസാദ് 2020 ഇങ്ങനെ കൊന്നിരുന്നു.
ആണവശാസ്ത്രജ്ഞൻ മൊഹ്സൻ ഫക്രി സദ്ധി 2020 4 കൊല്ലം മുമ്പ് കൊണ്ടിരുന്നു. കൊന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങേരുടെ വീടിൻ്റെ അടുത്ത് പോയിട്ട് മൊസാദിൻ്റെ ഏജൻറ്റുമാർ താമസിക്കുക, എന്നിട്ട് ഒരു തോക്കിൻ്റെ ഭാഗങ്ങൾ കൊണ്ടുവന്നിട്ട് ഒരു മെഷീൻ ഗൺ, യന്ത്രത്തോക്ക് ആ വീട്ടിൽ അസംബിൾ ചെയ്യുക. ഇയാളെ കൊല്ലാനുള്ള ആയുധം അസംബിൾ ചെയ്യാനുള്ളത് കഷ്ണം കഷ്ണമായിട്ട് വന്നിട്ട് പിന്നെ അസംബിൾ ചെയ്തെടുത്തു. അങ്ങനെ അസംബിൾ ചെയ്ത് എടുത്തിട്ട് അവർ ആ ഇസ്രയേലിൻ്റെ ഇതൊക്കെ ചെയ്ത വിദഗ്ധന്മാരെ അവിടെ സ്ഥലം വിട്ടു. അത് കഴിഞ്ഞ് ചില ഏജന്റുമാരെ ഈ വകവരുത്തുന്ന കാര്യം ഏൽപ്പിച്ചു. അങ്ങനെയാണ് ഈ ആണവശാസ്ത്രജ്ഞൻ അങ്ങേരുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നടക്കുമായിരുന്നുള്ളൂ. ഏതാണ്ടാണ് ബോംബിന്റെ അടുത്ത് എത്തി നിൽക്കുകയാണ് ഇറാൻ എന്നാണ് ഇറാൻ തന്നെ അവകാശപ്പെടുന്നത്. ഹൈ സെക്യൂരിറ്റി ഒക്കെ കൊടുത്തിരുന്നില്ല. അപ്പോൾ അങ്ങനെ വിദൂരത്ത് നിന്ന് ആണ് ഈ വെടിവെച്ച് അത് കൃത്യതയോടുകൂടി കൊലപ്പെടുത്തണം എന്ന് തീരുമാനിച്ചാൽ അത് ചെയ്തിട്ട് ഇസ്രയേൽ പോവുള്ളൂ. അങ്ങനെ വിദൂരത്ത് നിന്നാണ് വെടിവെച്ച് അദ്ദേഹത്തിനെ കൊലപ്പെടുത്തിയത്. 2020 ഓഗസ്റ്റിൽ 4 കൊല്ലം മുമ്പ് ഇസ്രയേൽ ഇറാൻ്റെ അകത്ത് തന്നെ, ഇതും ഇറാൻ്റെ അകത്ത് അടുത്തതും അതെ, അൽ ഖേദയുടെ രണ്ടാമൻ അബ്ദുള്ള അഹമ്മദ് അബ്ദുള്ളയെ വെടിവെച്ച് കൊന്നു 4 കൊല്ലം മുമ്പ്. അതും ഇറാൻ്റെ അകത്ത് തന്നെയാണ്. ഈ അജ്ഞാതൻ പാകിസ്ഥാനിൽ ചെയ്യുന്നത് പോലെ ഇത് മോട്ടോർ സൈക്കിളിൽ വന്നിട്ടാണ് കൊന്നുകളഞ്ഞത്. അത് അമേരിക്ക ആവശ്യപ്പെട്ടിട്ടാണ് ഇസ്രായേൽ ചെയ്തത് എന്നാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത്. ഈ അൽ ഖേദ ഇനി ഭൂമുഖത്ത് വേണ്ട, ഈ രണ്ടാമത്തവനെയും കൂടി മറ്റേ ബാഗ്ദാദിയെ നേരത്തെ കൊന്നല്ലോ, സിറിയയിൽ ബാഗ്ദാദിയെ കൊന്നതാണ്. ഇനി രണ്ടാമത്തെ ആളെയും കൂടി വെച്ചുകൊണ്ടിരിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് അമേരിക്ക പറഞ്ഞ് ചെയ്തതാണ്. ഇപ്പോൾ ഈ ഏപ്രിലിൽ 2 മാസം മുമ്പ് ഏപ്രിലിൽ ഈ റഷ്യയിൽ നിർമ്മിത ഈ S-300 മിസൈൽ ഡിഫൻസ് സിസ്റ്റം, മിസൈല് എവിടെന്നെങ്കിലും ഇസ്രായേലിൻ്റെ മിസൈലോ മറ്റോ വരുമ്പോൾ ഇത് വെടിവെച്ചിടണമല്ലോ, അതിനുള്ള സംവിധാനത്തിൻ്റെ റഡാർ ആക്രമിച്ച് നശിപ്പിച്ചു ഇറാൻ്റെ അകത്ത് ഇസ്രായേൽ. അപ്പോൾ അവിടുന്ന് ആക്രമിക്കുമ്പോൾ ഇവിടെ ശരിക്കും കൊള്ളും. കാരണം ഈ വിമാനവേദ സംവിധാനത്തിലെ റഡാർ, അപ്പൊ റഡാർ വെച്ചിട്ടല്ലേ ഈ വരുന്നതൊക്കെ കാണുന്നതും ഒക്കെ. അപ്പൊ റഡാർ തകർത്തു കഴിഞ്ഞാൽ അതാ കൃത്യത എന്ന് പറയുന്നത്. ആ സംവിധാനം മൊത്തത്തിൽ ബോംബിട്ട് തകർക്കുകയല്ല, അത് മാത്രമല്ല, അതാണ് ഈ ഗൈഡഡ് മിസൈലിൻ്റെയൊക്കെ ഒരു ഗുണം. കൃത്യതയായിരിക്കും അല്ലേ, വളരെ കൃത്യമായിരിക്കും. അപ്പോൾ ആ മധ്യ ഇറാനിൽ വെച്ചിട്ടാണ് ഈ കഴിഞ്ഞ ഏപ്രിലിൽ റഡാർ മാത്രം. സത്യത്തിൽ ഈ ഇപ്പോൾ ഇയാള് ഹമാസിന്റെ തലവൻ കൊല്ലപ്പെടുന്ന ഒരു വിദഗ്ധൻ എക്സിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ഇന്ന് രാത്രി, കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ്, ഇന്ന് രാത്രി ചില കാര്യങ്ങൾ നടക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങേര് പറഞ്ഞൊരു കാര്യം, ഒരു റഡാർ മാത്രം ഇങ്ങനെ കൃത്യമായിട്ടേ തകർത്ത് കളയാമെങ്കിൽ ഒരു അതിഥിയെ കൊല്ലാനും കഴിയും എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ആർക്കും ഒരു വിവരം പുറത്തുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇറാന് പുറത്തു നിന്ന് ഇങ്ങനെ ധാരാളം മിസൈലുകളൊക്കെ ഇവിടെ വന്ന് മറ്റേ ഇസ്രയേൽ അയച്ചിട്ടുണ്ട്. അത് പുറത്തു പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇറാൻ ധാരാളം മിസൈൽ ആക്രമണങ്ങൾ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ക്വാഡ് കോപ്റ്റേഴ്സ് എന്ന് പറഞ്ഞത് ധാരാളം അവിടെ മുകളിൽ പറക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ക്വാഡ് കോപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ചെറിയ ഡ്രോണുകളാണ്, അധികം ശ്രദ്ധയിൽപ്പെടാതെ വളരെ ചെറിയ ഡ്രോണുകളിലും മിസൈലൊക്കെ അയക്കാമല്ലോ, അങ്ങനെയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇറാനിൽ തന്നെ എന്തോ സംവിധാനം ഇവർക്ക് ഇതൊക്കെ ഡ്രോൺ പറത്താനും ഇത്തരം സംവിധാനങ്ങളൊക്കെ ഇറാനകത്ത് തന്നെ ഇസ്രായേലിന് വേണ്ടത്ര ഉണ്ടെന്നാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത്. അപ്പോൾ ഈ എയർ ഡിഫൻസ്, ഈ വരുന്ന വിമാനത്തിനെ വെടിവെച്ചിടാനുള്ള സംവിധാനങ്ങൾ, അത്തരം സംവിധാനങ്ങളെയൊക്കെ ആശയക്കുഴപ്പത്തിലാക്കാൻ, കൺഫ്യൂസ് ചെയ്യിക്കാനുള്ള പല സംവിധാനങ്ങളും ഇറാൻ്റെ അകത്ത് തന്നെ ഉണ്ട്. ഈ
ഇസ്രയേൽ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇറാൻ്റെ അകത്ത് ഡ്രോൺ ആക്രമണങ്ങൾ പലതും നടന്നു കഴിഞ്ഞു ഇസ്രയേലിൻ്റെത്. നിർണായകമായ ചില കേന്ദ്രങ്ങളിൽ പല സ്ഫോടനങ്ങളും നടന്നതായിട്ട് അറിയാം. ഇറാൻ ഇത് പുറത്തു വിടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ബോംബ് ആക്രമണങ്ങളൊക്കെ നടന്നിരിക്കുന്നു എന്നർത്ഥം. വിമാനത്തിൽ കൊണ്ടുവന്ന് പലയിടത്തും ഈ ന്യൂക്ലിയർ സൈറ്റുകളിലൊക്കെ ബോംബൊക്കെ ഇട്ടിട്ടുണ്ട് ഈ ഇസ്രയേൽ. ഖത്തറിൽ ഈ ഹമാസിൻ്റെ നേതാക്കൾ 3 പ്രധാനപ്പെട്ട നേതാക്കൾ ജീവിച്ചിരുന്നല്ലോ. ഒരാളാണിപ്പോൾ ഉന്മൂലനം ചെയ്യപ്പെട്ടത്. ആ 3 പേർക്കും കൂടി $11 ബില്യൺ സ്വത്ത് ഉണ്ടായിരുന്നു എന്നാണ് കണക്കുകളിൽ കാണുന്നത്. അത് 93,045 കോടി വരും. അത് ഇത്രയും പലയിടത്തൊന്നും ഫണ്ട് കിട്ടുന്നുണ്ടല്ലോ. 3,000 കോടി രൂപ വർഷം ഇറാൻ കൊടുക്കുന്നുണ്ടല്ലോ അവർക്ക്. അങ്ങനെ ഒരു സുഖലോലുപമായ ജീവിതമായിരുന്നു അവര്. 2012 ഖത്തർ അവരുടെ ആസ്ഥാന കേന്ദ്രമാവുന്നത്. അപ്പം ആസ്ഥാന കേന്ദ്രമാവുമ്പോൾ അമേരിക്കയും ഹമാസിനെ സപ്പോർട്ട് ചെയ്തിരുന്നു, പിന്തുണച്ചിരുന്നു. അത് ഒരു ആശയവിനിമയത്തിന് ഇനി ഈ ഇതൊക്കെ അവസാനിപ്പിക്കാനൊക്കെ ഉള്ള ഒരു ആശയവിനിമയ ചാനൽ ഹമാസുമായിട്ടൊരു ഒരു ചാനൽ കിടന്നോട്ടെ എന്ന് വിചാരിച്ച് സഹായിച്ചതാണെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഇസ്രയേലിനെതിരെ അമേരിക്ക അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കില്ല. അപ്പോൾ ഈ ഹനിയെ കഴിഞ്ഞ ദിവസം ഇറാനിലുള്ളപ്പോൾ ഹനിയെ ആ ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ ഹനിയയോട് ചേർന്ന് തന്നെ ഹിസ്ബുല്ലയുടെ നേതാവ് ഉണ്ടായിരുന്നു, പലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് എന്ന് പറഞ്ഞ സംഘടനയുടെ നേതാവും തൊട്ടടുത്തുണ്ടായിരുന്നു. അപ്പോൾ ഹാനിയെ അവിടെ ഉണ്ടാവും എന്നുള്ള കൃത്യമായ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് ഇത് ശരിക്കും അദ്ദേഹത്തിൻ്റെ മേലെ വന്ന് തറച്ചിരിക്കുന്നത് ആ വീടിൻ്റെ ഉള്ളിൽ കയറി അങ്ങേര് കുറച്ച് അപ്പുറത്തേക്ക് മാറി അങ്ങോട്ടും ചെന്നു. അങ്ങനെയാണ് ഈ ഗൈഡഡ് മിസൈൽ വന്നിരിക്കുന്നത്. സാർ, അപ്പോൾ ഈ മൊസാദ് അവരുടെ ഒരു ആസൂത്രണം വളരെ കൃത്യമല്ലേ? അയാൾ ഈ പറയുന്ന ഖത്തറിൽ നിന്ന് ഇറാനിലെത്തിയതിന് ശേഷം ഈ ചടങ്ങും കഴിഞ്ഞ് ഒരു 4 മണിക്കൂർ ശേഷമാണല്ലോ നടത്തിയത്. അപ്പോൾ വേറൊന്നും വലിയ കാഷ്വാലിറ്റീസ് ഉണ്ടാകുന്നില്ല, വളരെ കൃത്യതയോടെ ആക്രമണം നടത്തുന്നു. അപ്പം ഇസ്രയേൽ പക്ഷേ അതിനെക്കുറിച്ച് യാതൊന്നും മിണ്ടുന്നുമില്ല. അപ്പം വലിയ ആസൂത്രണം ഇസ്രയേൽ വിദേശത്ത് നടത്തുന്ന ആക്രമണങ്ങളിൽ ഈ IS ഒക്കെ ചെയ്യുന്ന പോലെ ഞങ്ങളാ ചെയ്തതെന്ന് പറഞ്ഞുള്ള പൊങ്ങച്ചം പറച്ചിലൊന്നുമില്ല. ഇസ്രയേൽ ഇതുവരെയും പറഞ്ഞിട്ടില്ല ഞങ്ങളാ ചെയ്തതെന്ന്. ഇസ്രയേൽ മിണ്ടാതെ കൃത്യതയോടുകൂടി, കാരണം ജൂതന്മാരിൽ ബുദ്ധിയില്ലാത്ത ഒരാൾ പോലുമില്ല. അപ്പോൾ അതുകൊണ്ട് അത് കൃത്യമായിട്ട് ചെയ്ത് മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു പോളിസി. അവരൊരു കാലത്തും ഞങ്ങളാ ചെയ്തതെന്ന് പറഞ്ഞിട്ടില്ല. എത്രയോ സംഭവങ്ങൾ അക്ഷരാർത്ഥത്തിൽ ലോകത്തിന് മുന്നിൽ ഇറാനൊന്നും നാണം കിട്ടില്ലേ? കാരണം അവരുടെ രാജ്യത്ത് വെച്ച് കൃത്യമായി ഇസ്രായേൽ ഇങ്ങനെ ഒരു ഇതാണ്. അപ്പോൾ അവർക്ക് എങ്ങനെയും ഒന്ന് പിടിച്ചിരിക്കുന്നത് പ്രസിഡന്റിൻ്റെ സ്ഥാനാരോഹണം അലങ്കോലായി. ഒരു അതിഥിയെ അവർക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല. അതിഥിയെ സംരക്ഷിക്കാൻ കഴിയാത്ത ആളുകൾ സ്വന്തം ജനതയെ എങ്ങനെ സംരക്ഷിക്കുന്നുള്ള ചോദ്യമല്ലേ ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. പിന്നെ മുൻ പ്രസിഡന്റ് എങ്ങനെയാണ് മരിച്ചത്? അവിടെ നിഗൂഢതയുണ്ടല്ലേ? അതൊക്കെ നിഗൂഢതയൊക്കെ ഉണ്ട്. എന്താ സംശയം? അത് കൊലപാതകമാണെന്ന് സംശയിക്കാം. തൽക്കാലത്തേക്ക് അതൊക്കെ സംശയമുണ്ട്. അവര് അത് ആ കാര്യത്തിൽ, കാരണം പ്രസിഡന്റിനെ സംരക്ഷിക്കാൻ കഴിയാത്തത് കൊണ്ട് അത് ഇസ്രയേലാണെന്ന് അന്ന് പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ആ സംശയങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഇതൊന്നും അവകാശവാദങ്ങളൊന്നും ഇസ്രയേൽ ഉന്നയിക്കാറില്ല. അവർ ചെയ്യേണ്ടത് ചെയ്യും. അപ്പോൾ ഇസ്രയേൽ സത്യത്തിൽ ഇപ്പോൾ ഇറാൻ്റെ അകത്ത് തന്നെ ഉണ്ട്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ ആയത്തുള്ള പറഞ്ഞ പോലെ കാര്യങ്ങൾ നടക്കുമെന്ന് കരുതാൻ വയ്യ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.